പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളുടെ പുതിയ സമയ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. പുതിയ സമയ ക്രമീകരണത്തോട് എനിക്ക് 75% യോജിപ്പില്ല. ബാക്കി 25% ഞാൻ കാണുന്ന ഒരു മികവ് എന്നത് പുതിയ സമയ ക്രമീകരണം മിക്കവാറും ജോലിയൊക്കെയുള്ള പാരൻസിന് ഒരു ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകുന്നേരവും അധികം സ്കൂളുകളിൽ കുട്ടികൾ സമയം ചെലവഴിക്കുമ്പോൾ ജോലിക്ക് പോകുന്ന പാരൻസിന് അത് വലിയ രീതിയിൽ ആശ്വാസമാണ്. മിക്ക പാരൻസും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുക സന്ധ്യയോടടുത്തായിരിക്കും. എത്രത്തോളം കുട്ടികൾ സ്കൂളിൽ സമയം ചിലവഴിക്കുന്നുവോ അത്രത്തോളം ജോലിക്ക് പോകുന്ന പാരൻസിന് ഒരു മനസ്സമാധാനമാണ്. സ്കൂളുകളൊക്കെ നേരത്തെ വിടുന്ന ദിവസങ്ങളിൽ, സ്കൂളുകളില്ലാത്ത ദിവസങ്ങളിലൊക്കെ പാരൻസ് അടുത്ത വീടുകളിലേക്ക് വിളിച്ചു പറയുന്നു. പിന്നെ ഒട്ടും സ്വസ്ഥതയില്ലാതെ അവരുടെ ജോലി ചെയ്യുന്നു. ഇങ്ങനത്തെ ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ജോലിക്ക് പോകുന്ന പാരൻസ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു പുതിയ സമയ ക്രമീകരണം 100% ശരിയാണ്. എന്നാലും ട്യൂഷനൊക്കെ ഉള്ള കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ജോലിയുള്ള പാരൻസിൻ്റെ കുട്ടികളാണെങ്കിൽ തന്നെ സ്കൂൾ കഴിഞ്ഞ് നേരെ ട്യൂഷൻ സെൻറ്ററുകളിലേക്ക് പോകുന്നവരാണ് മിക്കവരും. അല്ലെങ്കിൽ രാവിലെ നേരത്തെ ട്യൂഷൻ സെൻറ്ററുകളിലേക്ക് പോകുന്നവരാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ട്യൂഷൻ സെൻറ്ററുകാരെ സംബന്ധിച്ചൊക്കെ ഈ ഒരു പുതിയ സമയ ക്രമീകരണം ഒരു തലവേദന തന്നെയാണ്. ഇനി ഞാൻ കണ്ട 75% പോരായ്മകൾ എന്തൊക്കെയാണ്, ഈ ട്യൂഷൻ സെൻറ്ററുകാരുടെ ഉൾപ്പെടെയുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തത്, രാവിലെ എല്ലാവരും ജോലിക്ക് ഇറങ്ങുന്ന ആ ഒരു തിക്കിലും തിരക്കിലും ആയിരിക്കും നമ്മുടെ കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. നല്ല രീതിയിൽ ഗതാഗതക്കുരുക്കുണ്ടാവുന്ന സമയങ്ങളിലായിരിക്കും മിക്ക കുട്ടികളും റോഡിലേക്ക് ഇറങ്ങുന്നത്. 15 മിനിറ്റ് നേരത്തെയൊക്കെ സ്കൂൾ തുടങ്ങുക എന്ന് പറയുമ്പോൾ ദൂരെ നിന്ന് വരുന്ന കുട്ടികൾക്ക് അത് വലിയ രീതിയിൽ തലവേദന തന്നെയാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എപ്പോഴും ദൂര നാടുകളിലുള്ളവരായിരിക്കും. സ്വന്തം പഞ്ചായത്തിൽ തന്നെ പഠിക്കുന്നവരായിരിക്കില്ല. മറ്റു പഞ്ചായത്തുകളിലേക്കോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്കൊക്കെ ബസ് കയറി വരുന്ന കുട്ടികളായിരിക്കും ഭൂരിഭാഗവും. പിന്നെ സ്കൂളിൻ്റെ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് രണ്ട് കൂട്ടർക്കും, അതായത് വിദ്യാലയങ്ങളിലേക്ക് പോകുന്നവർക്കും മറ്റു ജോലികളിലേക്ക് പോകുന്നവർക്കും അത് വലിയ രീതിയിൽ തലവേദന തന്നെയാണ്. പിന്നെ വൈകുന്നേരവും സമാനമായ രീതി തന്നെ ആയിരിക്കും. മിക്ക ആളുകളും ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് പോകുന്ന സമയം ഈ വിദ്യാർത്ഥികളും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ഗതാഗതക്കുരുക്കുണ്ടാവും. പിന്നെ ബസ്സുകളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഞാനൊരു മുസ്ലിം എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ സംഘികൾക്ക് അല്ലെങ്കിൽ CJPക്കാർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. മദ്രസ പൊട്ടത്തിയെന്നോ 6-ാം നൂറ്റാണ്ടുകാരിയെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. എന്നാലും എൻ്റെ അഭിപ്രായം പറയാതെ വയ്യല്ലോ. മദ്രസകളെ അത് കാര്യമായി ബാധിക്കും. കാരണം ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ മദ്രസ സമയം 8 മണി വരെയാണ്. രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ്. മറ്റു കുട്ടികൾക്കാണെങ്കിൽ 7:30 മുതൽ 9:30 വരെയാണ് മിക്ക സ്ഥലങ്ങളിലും രാവിലെ തന്നെ. പക്ഷേ 15 മിനിറ്റ് നേരത്തെ സ്കൂൾ തുടങ്ങുമ്പോൾ ഇത് നല്ല രീതിയിൽ വളരെ ദയനീയമായി മദ്രസ പഠനത്തെ ബാധിക്കും. ഞങ്ങൾ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് മദ്രസ പഠനം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞങ്ങളുടെ ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണത്. നമ്മുടെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും, ശരീഅത്ത് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടത് മദ്രസകളിൽ നിന്ന് തന്നെയാണ്. സ്വന്തം വയറ് നിറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവരുടെ മതം നോക്കാതെ അവരെ സഹായിക്കണമെന്ന് ഞാൻ പഠിച്ചത് മദ്രസയിൽ നിന്നാണ്.
മരണത്തിൽ മതം നോക്കരുതെന്ന് ഞാൻ പഠിച്ചത് മദ്രസയിൽ നിന്നാണ്. ഒരു കുഞ്ഞിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുഹമ്മദ് നബി എഴുന്നേറ്റ് നിന്നു. ആ സമയം സ്വഹാബികൾ പറഞ്ഞു, അത് അന്യമതത്തിൽ പെട്ടൊരു കുട്ടിയുടെ മയ്യത്താണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ എന്ത് മതമാണിടോ എന്ന് മുഹമ്മദ് നബി തിരിച്ചു ചോദിച്ചു. ഇതൊക്കെ പഠിക്കുന്ന മദ്രസകളെ ബാധിക്കുന്ന ഈ സമയക്രമീകരണം മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം.